തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി കല്ലറ ഇന്ന് പൊളിച്ചു പരിശോധിക്കും. ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് കല്ലറ പൊളിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. സബ് കളക്ടറുടെ സാന്നിധ്യത്തിൽ ആയിരിക്കും നടപടികളുണ്ടാവുക. കല്ലറയുടെ 200 മീറ്റർ പരിധിയിൽ പൊതുജനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും എന്ന വാർത്ത കൂടി പുറത്തുവരുന്നു. വിവാദ സമാധി കല്ലറ പൊളിക്കുന്നതിലെ ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ മലക്കം മറിഞ്ഞ് ഹിന്ദു ഐക്യവേദി സമാധി പൊളിച്ച് ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടത്തണം എന്നും സമാധി തുറക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിനെ ഹിന്ദു ഐക്യവേദി എതിർക്കില്ല എന്നുമാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ നിലപാട്. രാജ്യത്തെ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നും ഹിന്ദു ഐക്യവേദി വ്യക്തമാക്കി. സജോ ദേവസ്യം ഷഫീദ് റാവുത്തറുമാണ് വിവരങ്ങളുമായി ചെയ്യുന്നത്. ആദ്യം ഷഫീദിലേക്ക് പോകുന്നു. ഷഫീദ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ കോടതി കൃത്യമായി ഒരു വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ്. വലിയ വിവാദമായതാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ പ്രേക്ഷകർ ലോകമെമ്പാടുമുള്ള ആൾക്കാർ കണ്ടതാണ്. വലിയ വിവാദം. ഒരു കല്ലറ പൊളിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ പോലീസിന് മടങ്ങേണ്ടി വരുന്നു. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്ക വരുന്നു. അപ്പോൾ എല്ലാം അവസാനിക്കുന്നു എന്ന് പറയാം. ഇന്നിപ്പോൾ ഈ പരിശോധന, അത് കല്ലറ പൊളിച്ചുകൊണ്ടുള്ള പരിശോധന, അത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ്? ഒപ്പം ഹിന്ദു ഐക്യവേദിയുടെ ഈ നിലപാട് മാറ്റം അത് എങ്ങനെ കൂട്ടി വായിക്കണം ഷഫീദ്? മോർണിംഗ്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചക്കാലമായി കേരളത്തിലാകെ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു ഈ സമാധി വിവാദം. ഇപ്പോൾ അതിന്റെ ഏതാണ്ട് ഒരു ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഹൈക്കോടതി ഇടപെടലിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു VP ആണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ പോലീസ് ഈ സമാധി മണ്ഡപം അത് പൊളിച്ചുകൊണ്ട് ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്ത് മറ്റ് നടപടികളിലേക്ക് കടക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത്. വലിയ ക്രമസമാധാന പ്രശ്നം കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം മുൻപ് ഇതേ സ്ഥലത്ത് തന്നെ ഈ കല്ലറ പൊളിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് കൂടുതൽ പോലീസ് വിന്യാസം അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഫോറൻസിക് സംഘം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദി പ്രവർത്തകരോ അതല്ലെങ്കിൽ അന്ന് പ്രതിഷേധിച്ച ആളുകളോ നിലവിൽ ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തില്ല. പക്ഷേ അവർ വരുമോ എന്നുള്ള കാര്യം അതും തർക്കമാണ്. ഇപ്പോൾ നമുക്കറിയാം, അതായത് ഒരു പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് നമുക്ക് പ്രവേശനം ഉണ്ടാകില്ല. ഈ കല്ലറയിലാണ് ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഉണ്ട് എന്ന് മക്കൾ പറയുന്നത്. ഇത് പൊളിച്ചിട്ടാണ് മറ്റ് നടപടികൾ, ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റ് നടപടികൾ നടത്തുന്നത്. ഇന്നലെ ഹൈക്കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു ഇതിലേക്ക് വഴിവെച്ചത്. ഈ മരിച്ചെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് എവിടെ എന്നുള്ളതായിരുന്നു ആ ചോദ്യം. ആ ചോദ്യത്തിൽ നിന്നാണ് പിന്നീട് പോലീസും അതേപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ഇങ്ങനെയുള്ള വളരെ പെട്ടെന്നുള്ള നീക്കത്തിലേക്ക് കടന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് ഇവിടെ സമാധിയാകാൻ വേണ്ടി കല്ലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് നേരത്തെ ഗോപൻ സ്വാമി ഇക്കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതായിരുന്നു മക്കൾ പോലീസിന് നൽകിയ മൊഴി. പോലീസ് നടപടിയിലേക്ക് കടക്കും. ഇന്ന് തന്നെ ഈ കല്ലറ പൊളിച്ച് ആ നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഹൈക്കോടതി ഇന്നലെ ചോദിച്ച മറ്റു ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കൂടിയുണ്ട്. അതിൽ പ്രത്യേകിച്ച് മറ്റെന്ത് പ്രോസസ്സിനാണെങ്കിലും ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കും എന്നുള്ളൊരു കാര്യമായിരുന്നു. അപ്പുറത്ത് ഈ ഗോപൻ സ്വാമിയുടെ ഭാര്യ അടക്കമുള്ള ആളുകളുണ്ട്. അവർ കഴിഞ്ഞ പ്രാവശ്യം പോലീസ് ഇതേപോലെ ഇവിടേക്ക് എത്തുമ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും അതിനുശേഷം ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറേണ്ടി വരികയും ചെയ്തൊരു സാഹചര്യമുണ്ടായി. പക്ഷേ ഇപ്പോൾ കൂടുതൽ എളുപ്പമായിരിക്കുന്നു. കാരണം ഹൈക്കോടതിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഹൈക്കോടതി സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അടക്കമുള്ള കാര്യങ്ങൾ ഈ രീതിയിലുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ സജോ ദേവസ്യ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സജോ, ഇത് ഈ വളരെ കുഴപ്പം പിടിച്ച, അല്ലെങ്കിൽ നമ്മൾ കണ്ട് ശീലിച്ചിട്ടില്ലാത്തൊരു കേസാണ്. അതിൽ ക്ലൈമാക്സിലേക്ക് എത്തുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച തുടങ്ങി ഇപ്പോൾ ഈ ദിവസം കല്ലറ പൊളിക്കാനുള്ള നീക്കത്തിലേക്ക് പോലീസ് സജ്ജമായി എത്തുന്നു. കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം ഉണ്ടാകും. എന്തായിരിക്കും അവരെ തടയാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയായിരിക്കും? എനിക്ക് തോന്നുന്നു ആവശ്യമായ മുൻകരുതലെല്ലാം പോലീസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. കൂടുതൽ പോലീസ് ഫോഴ്സിനെ ഇങ്ങോട്ടേക്ക് വിന്യസിക്കുന്നുണ്ട്. പുറം പ്രദേശത്ത് നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ ഒരു സ്വഭാവം പരിശോധിച്ച് നേരത്തെ വലിയ വൈകാരിക പ്രതിഷേധം കണ്ടിരുന്നു. പക്ഷെ പരിപൂർണ്ണ ഒരുക്കമാണ്. നമുക്കിവിടെ ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചാൽ കാണാം. ആവശ്യമായ ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കാണേണ്ടത് ഹിന്ദു ഐക്യവേദി അവരുടെ നിലപാട് കുറച്ചുകൂടി വ്യത്യസ്തമായി സ്വീകരിച്ചു. നേരത്തെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഹിന്ദു ഐക്യവേദി ഉണ്ടായിരുന്നു. സമാധിയാണ്, അത് ആചാരത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമാണ്. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള നിലപാട് അവർ സ്വീകരിച്ചിരുന്നു. പക്ഷേ സംസ്ഥാന നേതൃത്വം കുറച്ചുകൂടി വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചത്. അതിൽ നിയമപരമായ കോടതിയുടെ ഇടപെടൽ കൂടിയുണ്ട്. ഇനി കേസ് പരിഗണിക്കുമ്പോൾ തലസ്ഥിതി റിപ്പോർട്ട് കൊടുക്കണം. എന്താണ് പോലീസ് ചെയ്തതെന്ന് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇതിലൊരു ദുരൂഹതയുണ്ട്, അത് നീക്കണം. എന്താണ് യഥാർത്ഥത്തിൽ ഗോപൻ സ്വാമിക്ക് സംഭവിച്ചത്? അത് കൊലപാതകമാണോ, അതല്ല അതിൽ എന്താണ് സംഭവിച്ചതെന്ന് പോലീസിന് പരിശോധന. നമ്മളിപ്പോൾ ഏതായാലും ഒരു മുൻവിധിയോടുകൂടി നിലപാടിലേക്ക് പോകുന്നില്ല. പക്ഷേ മകൻ തന്നെ വ്യക്തമായി പറഞ്ഞതാണ്. അതായത് വ്യാഴാഴ്ച ദിവസം അങ്ങനെ പോകുന്നു. അവിടെ നടന്നുപോയാണ് പത്മപീഠം എന്നവർ വിളിക്കുന്ന ഋഷിപീഠം, അല്ലെങ്കിൽ ആ സ്ഥലത്ത് കൊണ്ട് ഇരുത്തുന്നു. അതിനുശേഷം സമാധി ഇരുത്തിയതാണ്. അങ്ങനെയെങ്കിൽ മരിക്കുന്നതിന് മുൻപാണോ? ഇതടക്കമുള്ള ദുരൂഹതകളുണ്ട്. അതിൽ സ്വഭാവം
മാറും. ഉറപ്പായും, അതായത് ഇക്കാര്യത്തിൽ നമ്മൾ ഒരു കൊലപാതക സാധ്യത എന്ന സംശയമാണ്. ഉറപ്പായും ഇപ്പോൾ നമുക്ക് അങ്ങനെയാണ് പറയാൻ കഴിയുക. അങ്ങനെ ഒരു സംശയം കൃത്യമായി അവിടെ നിലനിൽക്കുന്നു. അത് നീക്കണം, ആ ദുരൂഹത നീക്കണം. അതിനിപ്പോൾ തന്നെ ഫോറൻസിക് സംഘം അടക്കമുള്ള ആളുകൾ വന്നിട്ടുണ്ട്. കൂടുതൽ പോലീസ് ഫോഴ്സ് വരുന്നു. ഇവിടെ തന്നെ പ്രാഥമിക പരിശോധനയിലേക്ക് പോകും, ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ അതിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വാട്ടർ കണക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ക്രമീകരണങ്ങൾ, ചുറ്റും പുറത്തേക്ക് ബാരിക്കേഡ്, അര കിലോമീറ്റർ അകലെ ആളുകളെ ഇങ്ങോട്ടേക്ക് കടത്തിവിടാതിരിക്കുക, അങ്ങനെ കൂടുതൽ പ്രതിഷേധങ്ങളൊന്നും ഇല്ലാതെ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കുക എന്നതാണ് പോലീസ് അത് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നീട് കുടുംബമാണ്. അപ്പോൾ കൂടുതൽ ഫോഴ്സിനെ ഉപയോഗിച്ച് ആ വൈകാരിക പ്രതിഷേധങ്ങളെ തടയാനുള്ള ശ്രമവും കൂടി പോലീസിന്റെ ഭാഗത്തുണ്ട്. വ്യത്യസ്തമായ ചില പ്രതികരണങ്ങളൊക്കെ ഇന്നലെ മകന്റെ ഭാഗത്ത് നിന്ന് പെട്ടു. അച്ഛൻ മരണപ്പെട്ടതല്ല, സമാധിയായതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നും അത്തരം ഡ്രാമ നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഡ്രാമയ്ക്കുള്ള സാധ്യതയെല്ലാം ഉണ്ട്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ അവർ പറയുന്നുണ്ട്, ഒരു തരത്തിലും ഈ കല്ലറ സമാധി സ്ഥലം എന്നവർ വിളിക്കുന്ന ഈ കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. മക്കൾ ഒപ്പം ഗോപൻ സ്വാമിയുടെ ഭാര്യയും ഉൾപ്പെടെ ആ നിലപാട് കർശനമായി തന്നെ സ്വീകരിച്ചിരുന്നു. അത് പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. അത്തരം വൈകാരിക സാഹചര്യങ്ങളൊക്കെ നേരിടാനുള്ള മുന്നൊരുക്കമുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന്. അതിനുവേണ്ടി ഒരു പ്ലാൻ അവരുടെ ഭാഗത്തുനിന്നുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ കരുതുന്നു. ഏതായാലും സജോ അക്കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി നൽകിയിട്ടുണ്ട്. കാരണം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ ക്ലൈമാക്സ് കഴിയുമ്പോൾ ഈ എഫ്ഐആറിന്റെ സ്വഭാവം, നിലവിൽ ഇപ്പോൾ മിസ്സിംഗ് കേസാണ് എടുത്തിരിക്കുന്നത്, അത് മറ്റേതെങ്കിലും സ്വഭാവത്തിലെ ഒരു കേസായി മാറുമോ എന്നുള്ളതാണ് നിർണായകമായിട്ടുള്ള കാര്യം. മാത്രമല്ല, ഇനി ഈ വിഷയത്തിൽ ഇന്ന് വൈകാരിക പ്രതിഷേധത്തിലേക്ക് കുടുംബം കടക്കുമോ? കാരണം കഴിഞ്ഞ ദിവസം ഈ സമാധിപീഠത്തിന് മുൻപിലേക്കൊക്കെ വീണ് കിടന്ന് പ്രതിഷേധിക്കുന്ന ഗോപൻ സ്വാമിയുടെ ഭാര്യ, മക്കൾ, മരുമകളടക്കം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരം നീക്കത്തിലേക്ക് കടന്നാൽ പോലീസ് സ്വാഭാവികമായും അത് നിയന്ത്രിക്കാനുള്ള, അല്ലെങ്കിൽ അതിനെ തടയാനുള്ള മുൻകരുതലടക്കമുള്ള കാര്യങ്ങൾ നടത്തും. പോലീസിനെ സംബന്ധിച്ച് മുൻപ് സജോ പറഞ്ഞതുപോലെ തന്നെ തൽസ്ഥിതി റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കണം. അതുകൊണ്ട് തന്നെ നിയമ നടപടി പൂർത്തിയാക്കണം. മിസ്സിംഗ് കേസാണ് നിലവിലെടുത്തിരിക്കുന്നത്. ആ മിസ്സിംഗ് കേസിൽ അന്വേഷണം നടത്തി ഗോപൻ സ്വാമിക്ക് എന്ത് സംഭവിച്ചു, ഗോപൻ സ്വാമി മരിച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം ഉറപ്പായും ഇൻക്വസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം. അത് വൈകാരികമായ പ്രശ്നമാണെങ്കിൽ കൂടി കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചത് അവർക്ക് തന്നെ, അതായത് കുടുംബത്തിന് തന്നെ ഒരാവശ്യമായി മാറും പിന്നീട് ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി മരണമെന്ന് കരുതി അക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കണം. ഈ ഭാര്യ സുലോചന, ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചനയുടെ ഹർജി അല്ലെങ്കിൽ ഇത് തടയണമെന്നുള്ള കാര്യം, അന്വേഷണം തടയണമെന്നുള്ള കാര്യം, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടായിരുന്നു കോടതി ഇതുമായി ബന്ധപ്പെട്ട് എടുത്തത്. ഏതായാലും നെയ്യാറ്റിൻകര പോലീസ് ഇതിനോടകം തന്നെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഫോറൻസിക് സംഘം എത്തിയിട്ടുണ്ട്. അല്പസമയത്തുള്ള ഒരുപക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ വെളിച്ചം വീണ് കഴിഞ്ഞാൽ ഉടൻ കല്ലറ പൊളിച്ചേക്കും. കൂടുതൽ വൈകാരികമായ സംഭവങ്ങളിലേക്കൊന്നും പോകാതെ ഈ കല്ലറ പൊളിച്ച് ഇൻക്വസ്റ്റ് അടക്കമുള്ള പ്രാഥമിക പരിശോധനാ നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന കാര്യം. ഷഫീദ്, ഈ വാർത്ത ആദ്യം പുറത്തു വന്ന ദിവസം തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അന്ന് തൊട്ട് തുടക്കം തൊട്ട് ദുരൂഹതകളാണ്. മക്കളുടെ തന്നെ മൊഴികളിൽ വൈരുദ്ധ്യം ഉണ്ടാകുന്നു. ഒരാൾ പറയുന്നു സമാധി ആയതാണ്, മറ്റൊരാൾ പറയുന്നു കുളിപ്പിച്ച് പിന്നീട് സമാധി ആക്കിയതാണെന്ന് പറയുന്നു. അങ്ങനെ ആ സമയം മുതൽ ഇതിൽ ദുരൂഹത തുടങ്ങുന്നുണ്ട്. പിന്നീട് ഒരു പോസ്റ്റർ വരുന്നു. ആ പോസ്റ്ററിലാണ് ഏറ്റവും ആദ്യം നാട്ടുകാർ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, മരണം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ മൃതദേഹം എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതാവുന്നു. അതോടുകൂടി ഈ വിവാദം, നെയ്യാറ്റിൻകരയിൽ വിവാദം പിന്നെ അത് ചൂടുപിടിച്ച് വരികയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന പ്രതികരണങ്ങളിൽ ഈ മക്കൾ നടത്തിയ പ്രതികരണം അത് പരസ്പര വിരുദ്ധമാണെങ്കിൽ കൂടി പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ കൂടി അതിലൊരു കാര്യം പറഞ്ഞു, ഹിന്ദു ഐക്യവേദി, ഹിന്ദു സംഘടനകൾ എന്ന നിലപാട് സ്വീകരിക്കുന്നു. അതെ, ഹിന്ദു ഐക്യവേദിയുടെ തീരുമാനമനുസരിച്ചാണ് കാര്യങ്ങൾ കൊണ്ടുപോകുക. ഇതിപ്പോ അവരെ പിന്നോട്ട് പോകുന്നു. അപ്പം എന്തായാലും കോടതി എന്ത് പറയുന്നു, മാത്രമല്ല രാജ്യത്തെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, നിലപാടുകളിലേക്ക് ഹിന്ദു ഐക്യവേദിയും വരുന്നുണ്ട്. അപ്പോൾ തുടക്കം തൊട്ട് ഇത് ഈ വിവാദമായ വഴികളിലേക്ക് എങ്ങനെയാണ് നമുക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയുക ഷഫീദ്? ഇക്കാര്യത്തിൽ ഈ വിവരം, അതായത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ആറാലമൂട് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്നുള്ള വാർത്ത അത് പുറത്തേക്ക് വരുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. അതിനുശേഷമാണ് നമ്മൾ ഈ കുടുംബത്തിന്റെ പ്രതികരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നതും. അതായത് അതിൽ മകൻ പറഞ്ഞൊരു കാര്യം, കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ 11 മണിയോടുകൂടി സമാധിയാകണം എന്നുള്ള കാര്യം അച്ഛൻ പറയുകയും ഈ സമാധി പീഠത്തിൽ ഇപ്പോൾ നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം പ്രജിൻ, നടപടികൾ അല്പസമയത്തിനുള്ളിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നെയ്യാറ്റിൻകര ഡിവൈഎസ്പി സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്മിത, പ്രജിൻ ഈ വിഷയത്തിൽ നടപടിയിലേക്ക് കടക്കുന്നു. ഏറെ വിവാദമായ ഒരുപക്ഷെ വിശ്വാസം, അന്ധവിശ്വാസം, ആചാരം അതടക്കമുള്ള കാര്യങ്ങൾ വലിയ ചർച്ചയിലേക്ക് വഴിവെച്ച, അതിനൊക്കെ അപ്പുറത്തേക്ക് വൈകാരികമായ ചില പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ട ഈ കോടതി വ്യവഹാരങ്ങളിലേക്കൊക്കെ കടന്ന വിഷയം. ആ വിഷയത്തിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആ സമാധി മണ്ഡപം അത് പോലീസ് മറച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് തന്നെയാണ്. ഈ ഉടൻ തന്നെ ആ നടപടിയിലേക്ക് കടക്കുന്നു. സജോ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സജോ, ഇതിൽ കഴിഞ്ഞ വ്യാഴാഴ്ച ഈ മകന്റെ ആദ്യ മൊഴിപ്രകാരം അവർ പറഞ്ഞിരുന്നൊരു കാര്യം, ഈ
രാവിലെ 11 മണിക്ക് ഇത് വരുന്നു. പിറ്റേ ദിവസം പുലർച്ചെ വരെ നീണ്ടു നിന്ന പൂജ. അതിനുശേഷം ഇന്നലെയൊക്കെ പോലീസിന്റെ അന്വേഷണം നടത്തിയത് ഈ നോട്ടീസ് അപ്പോൾ പ്രിന്റ് ചെയ്തു നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു. ഇതിന്റെ ഒരു വിരവിൽ തികച്ചും അസ്വാഭാവികതയുണ്ട്. അപ്പോൾ ഈ അസ്വാഭാവികത അടക്കമുള്ള കാര്യങ്ങൾ ഇനി എങ്ങനെ പോലീസ് അന്വേഷണത്തിലേക്ക് ലീഡ് ചെയ്യും എന്നുള്ളതാണ്. 2-3 കാര്യങ്ങളാണ്. ഒന്ന്, മൃതദേഹം എന്ന് നമ്മൾ കരുതുന്നു, പുറത്തേക്ക് എടുത്ത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് പോകണം. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കാര്യങ്ങളിൽ വ്യക്തത വരും. അതിനുമപ്പുറത്തേക്ക് ഇതൊരു ആസൂത്രണം ഉണ്ടായിട്ടുണ്ടോ, പ്ലാനിംഗ് ഉണ്ടായിട്ടുണ്ടോ, എപ്പോഴാണ് ഈ നോട്ടീസ് പ്രിന്റ് ചെയ്തത്, ഈ നോട്ടീസ് പ്രിന്റ് ചെയ്ത് അല്ലെങ്കിൽ പോസ്റ്റർ പ്രിന്റ് ചെയ്ത് പരിസരത്ത് ഒട്ടിക്കുമ്പോഴാണ് നാട്ടുകാർ ഈ വിവരം അറിയുന്നത്. അതിനുശേഷമാണ് വിശ്വംഭരൻ അടക്കമുള്ള ആളുകൾ പോലീസിൽ വിളിച്ചറിയിക്കുകയും അതൊരു പരാതിയായി പോവുകയും നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ എപ്പോഴാണ് ഈ നോട്ടീസ് തയ്യാറാക്കിയത്? ഈ സമാധി അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം പോയി നോട്ടീസ് അടിച്ചതാണോ? ആ കാര്യങ്ങളിൽ അവിടെ പ്രസ് അല്ലെങ്കിൽ ആ പ്രിന്റേഴ്സിന്റെ അടുത്ത് പോയി പോലീസ് മൊഴി ശേഖരിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ പോലീസ് ഒരു വ്യക്തത ഇപ്പോൾ തന്നെ വരുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതായത് നേരത്തെ തന്നെ ഇത് പ്ലാൻ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? നേരത്തെ അവർ കുടുംബം തന്നെ പറയുന്നു നേരത്തെ ഈ ദിവസം തിരഞ്ഞെടുത്തതിന് ആചാരപരമായ ചില പ്രത്യേകതകളുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഏതായാലും ഇക്കാര്യത്തിൽ ഒരു ക്രൈം എന്നൊരു കാര്യമുണ്ട്. അങ്ങനെ പോലീസിനെ സംബന്ധിച്ചൊരു സംശയം. ഉറപ്പായും അതാണല്ലോ ഇത്തരം പരിശോധനകളിലേക്ക് കടക്കുന്നതിനൊരു കാരണം. ഒരു ക്രൈം നടന്നിട്ടുണ്ടോ? അതായത് ഇത് സമാധി എന്ന് പറയുമ്പോൾ പോലും അതിൽ ഇങ്ങനെ ഒരു ദിവസം ഏതാണെന്ന് മാത്രമാണ് മിസ്സിംഗ് കേസാണോ അതോ ഇനി മർഡർ സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകും? കൊലപാതക സാധ്യതയാണോ? അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമാകുമ്പോൾ തന്നെ അക്കാര്യത്തിൽ വ്യക്തത വരും. അതിന് ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ശാസ്ത്രീയമായ പ്രതിസന്ധികളൊന്നും തന്നെ അവശേഷിക്കുന്നില്ല. ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി അതിനുശേഷം സാമ്പിളുകൾ, ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ. പല ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ അവർ പറഞ്ഞതുപോലെ സമാധി എന്ന് പറയുന്നു, അത് സ്വാഭാവിക മരണം ആണെങ്കിൽ അതിന് ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളതാണ് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞത്. അസ്വാഭാവിക മരണമാകുമ്പോൾ അത് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഇത് ഈ പറയുന്നതെല്ലാം കള്ളമാണോ സത്യമാണോ നമുക്കറിയില്ല. എന്താണ് ഈ കല്ലറ പൊളിച്ച് കഴിയുമ്പോഴാണ് അതിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ നടപടികളിലേക്ക് ഇപ്പോൾ തന്നെ ഈ പോലീസ് കടക്കുന്നു. ഇപ്പം സ്ഥലമെല്ലാം ക്രമീകരിച്ചിരിക്കുന്നു. അവിടെ എത്തിയ പോലീസ് സംഘം, ഫോറൻസിക് സംഘം സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ സമാധി പൊളിക്കാനുള്ള ഒരുക്കങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. അടുത്ത ഏത് നിമിഷം വേണമെങ്കിലും അത് പൊളിച്ചു തുടങ്ങുമെന്നാണ് ഇപ്പോൾ ഷഫീദ് റാവുത്തറും സജോ ദേവസ്യം അവിടെ അതിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ വരുന്ന മണിക്കൂറുകളൊക്കെ വളരെ സുപ്രധാനമാണ്. ഓരോ മണിക്കൂറുകളിലും ആ വാർത്തയുടെ വിശദാംശങ്ങൾ നമ്മൾ തത്സമയം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും.